പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മള് ഇപ്പോ ഭാഷാ ക്ലാസ്സുകൾ താൽക്കാലികമായി മാറ്റിവെച്ച് എൻ്റെ സഹോദരങ്ങൾ ഉന്നയിച്ച ഏതാനും സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഓരോ ക്ലാസ്സുകളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഒരു ക്ലാസ്സാണ് നമ്മൾ നടത്തിയത്. അത് കല്ലുമഴ, അതായത് കല്ലിൻ്റെ മഴ എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്ന് ഒരു ഖുർആനെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിന് നമ്മൾ മറുപടി നൽകി. ആ മറുപടി ക്ലാസ് കേട്ടപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് സംശയങ്ങൾ, അതല്ലാത്ത മൂന്നാലഞ്ച് സംശയങ്ങൾ വേറെയുമുണ്ട്. അവയ്ക്കുള്ള ഒരു മറുപടി ഒരു 4-5 ക്ലാസ്സുകളിലൂടെ നൽകി നമ്മളുടെ ഭാഷാ ക്ലാസ്സുകളിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകും. എന്താണ് ഷുഅൂബ് ഖബായില? അള്ളാഹു ഓരോ ഗോത്രങ്ങളേക്ക് ആക്കി മാറ്റിയത് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ആശയം എന്താണ്? അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് വിശദീകരിക്കാൻ എൻ്റെ ഒരു സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 4-5 സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഈ ക്ലാസ് കേട്ടപ്പോൾ, കല്ലുമഴ എന്ന് പറയുന്ന ആ ക്ലാസ് കേട്ടതിന് ശേഷം ആ ക്ലാസ്സിൽ നിന്ന് ഉന്നയിക്കപ്പെട്ട 1-2 സംശയങ്ങളുണ്ട്. അതിനാദ്യം മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചോദ്യങ്ങൾക്കുള്ള നമ്മുടെ വൈജ്ഞാനികമായ ആന്തരികമായ അതിൻ്റെ തലം നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. അതില് ഉന്നയിക്കപ്പെട്ട ചോദ്യം ഞാനത് പറയാതെ പോയതാണ്. അതെന്താന്ന് പറഞ്ഞാല് അതല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട്. നമ്മുടെ വിഷയം മത്തർ സലബിയാണോ ഈജാബിയാണോ, അതായത് മഴ നെഗറ്റീവ് ആകുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിനെ കുറിച്ച് പറഞ്ഞു. മത്തർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാര്യങ്ങൾ അവ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിൻ്റെ ബാഹ്യമായ രൂപത്തിൽ നിന്ന് അതിൻ്റെ ആന്തരികമായ തലത്തിലേക്ക് നമ്മൾ പോയത് അതുകൊണ്ടാണ്. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൂരക്കാഴ്ച കിട്ടുകയില്ല, ദൂരേക്കൊന്നും കാണുകയില്ല. എന്നതുപോലെ തന്നെയാണ് അവ്യക്തമായ രീതിയിൽ നമ്മുടെ തഹ്ജീറുൽ ഉഖൂല്, ബുദ്ധിയെ ഹജറാക്കേണ്ടതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അല്ലാതെ ആകാശത്ത് നിന്ന് കല്ലിന്റെ മഴകൾ കല്ലിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക, കല്ലിന്റെ മഴ വന്നുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിനല്ല എന്ന് നമ്മൾ സൂചിപ്പിക്കണം. അപ്പൊ അതിനുശേഷം വന്ന അദാബുൻ അലീമും വേണം ഞങ്ങൾക്ക് എന്ന് പറയുന്നത്, ദൂതൻ അവരിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ തഅദീബ് നടത്തുകയില്ല എന്ന് പറഞ്ഞതിന്റെ ആശയം മാഷ് പറയാതെ പോയി. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരാളുടെ സംശയം. വേറൊരാൾ ഉന്നയിച്ചത് അത് നമ്മൾ മുമ്പ് എടുത്തൊരു ക്ലാസ് ആണെന്നാണ് തോന്നുന്നത്. ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഇല്ലെങ്കിൽ അത് വീണ്ടും പറയാം. അതായത് പിശാചുക്കളെ എറിയാൻ ആകെ നക്ഷത്രങ്ങളെ അള്ളാഹു ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിൻ്റെ വൈജ്ഞാനികമായ, അതിൻ്റെ ആന്തരികമായ തലം ഒന്ന് വിശദീകരിക്കാമോ എന്നും ചോദിച്ചിട്ടുണ്ട്. ആ ക്ലാസ് കേട്ടതിന് ശേഷം സമാദ് വിശദീകരിച്ചപ്പോൾ എന്ന് പറയുന്ന ആയത്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ റസൂൽ ഉണ്ടായിരിക്കെ അള്ളാഹു തഅദീബ് നടത്തുകയില്ല എന്നാണ് അവിടെ. അതുകൊണ്ട് ആ ആവശ്യം അവിടെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്, തള്ളിക്കളയാണ് ചെയ്യുന്നത്. അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിംഹാസനത്തിൽ കസേരയിൽ ഇരുന്നിട്ട് കല്ലുമഴ പെയ്യിപ്പിക്കുക, ശിക്ഷ ചോദിക്കുമ്പോൾ ശിക്ഷ നടപ്പിലാക്കുക, അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ സങ്കല്പിക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ
പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ നിയമമാണത്. എന്ത്, ഒരാളിൽ റസൂൽ ഉണ്ടാവുമ്പോൾ തഅദീബ് നടത്തപ്പെടുകയില്ല എന്ന്. കാരണം ആ റസൂൽ തന്നെ അവനിൽ തഅദീബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രുചി നമ്മെ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുബും മാവുൻ അതുബും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, തഅദീബ് നടത്തുക എന്ന് പറഞ്ഞാൽ അവനെ അതിന്റെ രുചി അറിയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവനെ തഅദീബ് നടത്തുകയാണ്. ഇപ്പൊ നാറിന്റെ രുചി എന്താണ് എന്നുള്ളത് നമ്മളിൽ റസൂൽ ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവിപ്പിച്ചു തരും. എന്താണ് നാറിന്റെ രുചി? പകയുടെ, വിദ്വേഷത്തിന്റെ, അജ്ഞതയുടെ, ശത്രുതയുടെ ഒക്കെ രുചി നമുക്ക് അനുഭവിപ്പിച്ചു തരികയും അത് നിനക്ക് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കി തരികയും ചെയ്യും നമ്മളിൽ റസൂല് വർക്കാകണമെങ്കിൽ. റസൂല് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലെ നൂറ്റാണ്ടുകൾ വരുമ്പോ അള്ളാഹു ഒരാളെ തെരഞ്ഞെടുത്ത് അയക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കൂല. അതാണ് ആ ചോദ്യത്തിന്റെ കാതല്. അവിടെയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ കാതല് കിടക്കണം. കാരണം നമ്മൾ റസൂലുമാരെ എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് ഒരു ആളെ അള്ളാഹു തെരഞ്ഞെടുത്ത് നീ റസൂലാണെന്ന് പറഞ്ഞ് വിടുന്ന രീതിയിലാണ് നമ്മൾ മുമ്പ് റസൂലിനെ മനസ്സിലാക്കി. നേരെ മറിച്ച് റസൂല് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്ക് രണ്ട് റസൂലുമാരുണ്ട് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. വെറും റസൂലുണ്ട്, അങ്ങനെ പറയുമ്പോൾ മൂന്നാകും. പ്രധാനമായും രണ്ട് റസൂലിനെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. റസൂലും മിനല്ലാഹി റസൂലും മിൻ അൻഫുസിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് വകൈഫ തക്ഫുറൂന ബില്ലാഹി വഫീക്കും റസൂലുഹു എന്ന് പറയാം. അവിടെ റസൂലുള്ളാഹിയാണ്. കാരണം റസൂല് നമ്മളിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച്, റിസാലത്തുല്ലാഹിയെ കുറിച്ച് നമുക്ക് വ്യക്തമായ അവബോധം തന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാതിരിക്കാൻ കഴിയുക എന്നാണ് ചോദ്യം. അതാണ് കൈഫ തക്ഫുറൂന എന്ന് പറയുന്നത്. നിഷേധിക്കുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഫിക്റില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ, ദൈവികമായ ചിന്ത നിങ്ങൾക്കില്ലാതെ എങ്ങനെ ഇരിക്കും എന്നാണ് ചോദിക്കുന്നത്. ആ ചിന്ത നിങ്ങളിൽ നിന്ന്, ദൈവികമായ ചിന്ത നിങ്ങളിൽ നിന്ന് എങ്ങനെ നഷ്ടപ്പെടും? വഫീക്കും റസൂലുഹു, നിങ്ങളിൽ ആ റസൂലുള്ള ഉണ്ടായിരിക്കെ എന്ന് പറയും. കാരണം ആ റസൂൽ തന്നെ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ചിന്ത നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതാണ് ആ പറയുന്നത്. അല്ലാതെ നേരെ മറിച്ച് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഒരു റസൂല് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് റസൂലില്ല. അപ്പോൾ നമുക്ക് ദൈവത്തെ നിഷേധിക്കാലോ. അള്ള ചോദിക്കുന്നത് കൈഫ തക്ഫുറൂന ബില്ലാഹി വഫീക്കും റസൂലുഹു എന്ന് പറയുന്നതാണ്. നിങ്ങളിൽ റസൂലുള്ള ഉണ്ടായിരിക്കെ പിന്നെ എങ്ങനെ ദൈവികമായ ഫിക്ർ നിങ്ങളിൽ ഇല്ലാതിരിക്കും? അതാണ് കൈഫ തക്ഫുറൂന എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം. ഫിക്ർ കുഫർ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ലാസ്സുകൾ കേട്ട ആളുകൾക്ക് ഫിക്റും കുഫറും തമ്മിലുള്ള ബന്ധം വ്യക്തമായി അറിയാം. രണ്ടും ഒരേ അക്ഷരങ്ങളാണ്. സ്ഥാനമാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മളിൽ ഫിക്റുള്ളയാണ് ഉണ്ടാകേണ്ടത്, കുഫറുള്ളയല്ല ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതേ ഉത്തരം തന്നെയാണ്, അതേ മറുപടി തന്നെയാണ് ഇവിടെ എന്ന് പറയുന്ന റസൂല് അവരിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ തഅദീബ് നടത്തേണ്ടതില്ല എന്ന് പറയുന്നതാണ്. കാരണം ദൈവികമായ തഅദീബ്, ആ രുചി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാറ് നമുക്ക് നമ്മളെ തഅദീബ് നടത്താനുള്ളതാണ്. ആ നാറിന്റെ പക വെച്ച് നടന്നത് കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് കിട്ടിയിട്ടുള്ളത് എന്ന ബോധം നമുക്ക് ഉണ്ടാക്കി തരികയാണ്. നേരെ മറിച്ച് സ്നേഹത്തിലൂടെയാണെങ്കിൽ അതുകൊണ്ട് നിനക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്?
അജ്ഞത ഒരു പൈശാചികതയാണ്. ആ അജ്ഞത കൊണ്ട് നിനക്ക് എന്ത് കിട്ടി? ജ്ഞാനം നേടുമ്പോഴല്ലേ നിനക്ക് ജ്ഞാനം കൊണ്ടല്ലേ ഗുണം എന്നുള്ളത്. ഭയം കൊണ്ട് നിനക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? നിനക്ക് പല പ്രയാസങ്ങളും ഉണ്ടാക്കുകയല്ലാതെ ആ ഭയത്തിൽ നിന്ന് അമ്നിലേക്ക് നീ വന്നപ്പോഴല്ലേ നിനക്ക് ഗുണങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ഓരോ വിഷയത്തിലും നമുക്ക് തഴതീപ് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. ഞാനൊരിക്കൽ പറയണ്ട, എന്തിനാണ് ഇങ്ങനെ തഴതീപ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കാതെ ഒരു കുഞ്ഞ് പിറക്കുകയില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. നമുക്ക് തോന്നും എന്തിനാണിപ്പോ ഇത്, പ്രസവ വേദന അനുഭവിക്കാതെ ഒരു കുഞ്ഞ് ജനിക്കുകയില്ല. അപ്പൊ ഒരു കുഞ്ഞിന്റെ ജന്മം നടക്കണമെങ്കിൽ വേദന സഹിക്കണം എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഗുണങ്ങളിലൂടെ അത് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലേ യഥാർത്ഥ രുചി അവന് അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം അവനറിയണം. അത് അവനിൽ റസൂല് വർക്കാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. റസൂല് വർക്കായിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അള്ളാഹു അത് ചെയ്യുന്നു. അതാണ് ആ ചോദ്യം അവരിൽ നിന്ന് മർഫൂദ് തിരസ്കരിക്കാനും തള്ളിക്കളയാനുള്ള, റഫൂദ് ചെയ്യാനുള്ള, അതിനെ തള്ളിക്കളയാനുള്ള കാര്യം. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ റസൂലും പിന്നെ അൻഫുസിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള മെസ്സേജുകൾ അത് നിരന്തരം നമുക്ക്, റസൂലും മിനല്ലാഹി എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് അനുസ്യൂതം കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകളാണ്. അത് ഞാനൊരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള നമ്മുടെ ശത്രുക്കൾ വരെ നമുക്ക് മെസ്സേജുകൾ തന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കണം. ഒരാൾ നമ്മളോട് ശത്രുത കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചതിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കിട്ടേണ്ട മെസ്സേജ് നാം ചതിക്കപ്പെട്ടപ്പോൾ നമുക്കുണ്ടായ പ്രയാസവും ബുദ്ധിമുട്ടും എത്രമാത്രമായിരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. അതുകൊണ്ട് നീ അത് മറ്റുള്ളവരോട് ചെയ്യരുത് എന്നുള്ള മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. അതാണ് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും നിങ്ങളിൽ നിന്ന് തന്നെയും നിങ്ങൾക്ക് മെസ്സേജുകൾ റസൂലുമാര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ള എന്ന് പറയുന്നത് ഈ കൗനിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകളാണ്. ആ മെസ്സേജുകൾ, ആ റസൂലുമാര് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വകൈഫ തക്ഫുറൂന ബില്ലാഹി എന്ന് ചോദിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിശദീകരണം നൽകാനുള്ളത്. ബാക്കി കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക. ഇനി അടുത്ത ക്ലാസ്സുകളിലൂടെ അടുത്ത ചോദ്യങ്ങൾക്കുള്ള, സംശയങ്ങൾക്കുള്ള ഓരോ മറുപടികൾ നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സലാം.